പിന്നെ ചന്ദ്രികാമ്മ കൂടെയില്ല. ഞാൻ വേണം എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യാനെന്നാ പ്രകാശ് മോൻ പറയുന്നത്. ആദ്യമായിട്ട് എന്റെ മരുമോനൊരു കാര്യം പറയുമ്പോ അമ്മേ ഇതൊക്കെ പ്രകാശ് മോൻ അഭിനയിക്കുകയാണെന്നല്ലേ പറയാൻ വരുന്നത്? അതെ, നീ ഇങ്ങനെ പറയൂന്ന് പ്രകാശ് മോൻ എന്നോട് പറഞ്ഞതാ. വീട് പണിയും ടെൻഷനും ഒക്കെ ആകുമ്പോ ആണുങ്ങൾ കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങ് വിട്ടുകളയണം. അമ്മ അതല്ല. പ്രകാശനെല്ലാം എന്നോട് പറഞ്ഞു. ഇന്നലെ നീ പിണങ്ങി അടുക്കളയിൽ പോയി കിടന്നത് അടക്കം. അമ്മയോടൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. ഈ അമ്മയും എന്റെ അമ്മയും എനിക്ക് ഒരുപോലെ തന്നെയാ. സത്യം, എനിക്കും അങ്ങനെ തന്നെയാണ്. ഇവരെയും പറ്റിച്ചു അല്ലേ? പിന്നെ ഞാനെന്ത് വേണം? കുടുംബത്തിന് വേണ്ടി ഇത്രയും കാലം ജീവിച്ച എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വന്നപ്പോ അച്ഛനും അമ്മയില്ല. അവര് കറങ്ങാൻ പോയിരിക്കുന്നു. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല വന്ദനെ. ആ സങ്കടം അനുഭവിച്ചാലേ അതിന്റെ ആഴം മനസ്സിലാവൂ. അത് സത്യ. പ്രകാശ് മോന് അച്ഛനോടും അമ്മയോടും ഒക്കെ എന്തൊരു സ്നേഹമാ. കണ്ടില്ലേ, പുതിയ വീടിന് ആദ്യം ഇടാൻ തീരുമാനിച്ചിരുന്ന പേര് മധുചന്ദ്രിക എന്നായിരുന്നെന്ന്. അച്ഛൻ മാധവന്റെ മധുവും ചന്ദ്രികാംബികയുടെ ചന്ദ്രികയും. പിന്നെന്തോ നാള് വെച്ച് നോക്കിയപ്പോഴേ ആ പേര് പറ്റില്ലെന്ന് ജോത്സ്യൻ പറഞ്ഞത്രേ. അതെ, രാവിലെ തൊട്ട് എനിക്ക് ഓക്കാനും വരുന്നുണ്ട്. എന്താ മോളെ, വന്ദനയ്ക്ക് വല്ല വിശേഷമുണ്ടോ?